22 അല്ല 24 കാരറ്റാ. പക്ഷേ തള്ളിക്കളഞ്ഞത് ആരാ? മുജാഹിദുകളല്ല. അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നവവി എന്ന ഹോജ. അയാൾ പറയാണ്, ഹദഫ്തു ദുആ അൽ-അളായി, അവയവങ്ങൾ കഴുകുമ്പോൾ ദുആയെ ഞാൻ തട്ടിയിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു, വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ദുആ ഒഴിവാക്കി. നല്ലൊരു ദുആ. ആരാ ഒഴിവാക്കിയത്? ഞങ്ങളല്ല. എന്താ കാരണം പറഞ്ഞത്? അത് കിതാബിലില്ലാത്തോണ്ടാ. കിതാബിലുള്ളോണ്ടല്ല ഞാൻ പഠിച്ചത്. ഒരൊറ്റ ദിവസം പോലും സുന്നിയായോ സുന്നി മുസ്ലിയാരായോ പള്ളി ദർസിലോ പോകാത്ത ഒരാളാ ഞാൻ. വിമർശിക്കാൻ വേണ്ടി പഠിച്ചതാ. അങ്ങനെ കള്ളത് വേണ്ടെന്നിട്ട് മുഗ്നി എന്ന കിതാബിലതാ, മിൻഹാജിന്റെ ശറഹ്, ഖത്തീബ് തിബ്രീസി. മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, വ്യക്തമായി തന്നെ അതിൽ പറഞ്ഞിരിക്കുകയാണ് ഈ ദുആ. എന്നിട്ടോ ഇതിലാ അസ്ലലഹു, കിതാബിൽ വലത്തുന്നിടത്തേക്ക് എഴുതിയ കിതാബിലില്ല എന്നല്ല, അതിന് അടിസ്ഥാനമില്ല. അസ്ലില്ല എന്ന് പറഞ്ഞ ഫീ കുതുബിൽ ഹദീസ്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അതിന് തെളിവില്ല. അപ്പൊ സ്വഹീഹായ ഹദീസിൽ വന്ന ദുആ മാത്രമേ പ്രത്യേക സമയത്തിലും സന്ദർഭത്തിലും ചെല്ലാൻ പാടുള്ളൂ. സ്വലാത്ത് നല്ല തന്നെയാണ്. റോഡ് മുടിച്ചെടുക്കുമ്പോൾ 2 സലാത്ത് സുന്നത്തുണ്ട് വിചാരിച്ച ബിദഅത്തായി, ബസ് കയറുമ്പോൾ 3 സലാത്ത് സുന്നത്ത് വിചാരിച്ച ബിദഅത്തായി, തെങ്ങുമ്മ കയറുമ്പോൾ 5 സലാത്ത്, പുഴ മുടിച്ചെടുക്കുമ്പോൾ 4 സലാത്ത്, ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയാൽ അത് ബിദഅത്താണ്. അതാണ് ഇവിടെ അമ്പലക്കടവ് ഫൈസി പറഞ്ഞത്. അതാണ് നിങ്ങളെ ഉസൂലും ഞങ്ങളെ ഉസൂലും. നിങ്ങൾ ഉസൂൽ എന്ന് തെറ്റി നാട്ടുകാർക്ക് വേണ്ടി അട്ടിമറിച്ചു, ഞങ്ങൾ ആ ഉസൂലിൽ ഉറച്ചു നിൽക്കുന്നു. അത്